ഹലോ എൻ്റെ ക്യൂട്ടീസ്, അപ്പം വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാവരും ഉണ്ടാക്കുന്നു ക്ലേ ഉണ്ടാക്കുന്നു മണ്ണുകൊണ്ട്. അപ്പം നമ്മളും ഉണ്ടാക്കാമെന്ന് ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ മണ്ണ് ഞാൻ ഞങ്ങളുടെ ചെടിയൊക്കെ വിൽക്കുന്ന സ്ഥലത്ത് മണ്ണ് വിൽക്കുന്നുണ്ട്. അയാളോട് പ്രത്യേകം പറഞ്ഞ് അകത്തുനിന്ന് കുഴിപ്പിച്ചെടുത്ത മണ്ണാണ്. പക്ഷേ ഡൽഹിയിലെ മണ്ണായതുകൊണ്ട് നമ്മുടെ ആ ഓറഞ്ച് കളറിലെ മണ്ണൊന്നും അല്ല കേട്ടോ, ഇച്ചിരി കറുപ്പ് കളർ ഗ്രേ കളർ മണ്ണ്. അപ്പോൾ ഞാൻ മണ്ണ് എടുത്തുകൊണ്ട് വന്ന് അതിനകത്ത് മുഴുവൻ ഒത്തിരി കല്ലും മണ്ണും ഒക്കെയാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ഫസ്റ്റ് പരിപാടി, നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ മുകളിൽ അതിൻ്റെ ഈ ആവശ്യമില്ലാത്ത ഈ പുല്ലും ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് കളയുക. പിന്നെ കൈയിട്ട് ഇളക്കി കല്ലൊക്കെ എടുത്ത് കളയുക. അതൊക്കെയാണ് മെയിൻ ആവശ്യമുള്ളത്. അപ്പം ഞാനെൻ്റെ ബാൽക്കണിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒത്തിരി നാട്ടിലൊക്കെ നല്ല നല്ല ഓറഞ്ച് കളറിലെ മണ്ണ് കെട്ടി ഇച്ചിരി കുഴിക്കും. നമ്മുടെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത് നമ്മൾ ഒടിതരത്തി വെക്കുകയാണ്. ഇപ്പം തന്നെ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞാൽ പിന്നെ ഞാൻ ഇളക്കി നോക്കുവാണ്. കാരണം ഇളക്കുമ്പോഴത്തേനും അടിയിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത ഈ വലിയ വലിയ സാധനങ്ങളൊക്കെ നമ്മുടെ കൈ കൊണ്ട് എടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ അരിച്ചരിച്ച് എടുക്കേണ്ടി വരും. അപ്പോൾ കുറേ നാരുകളൊക്കെ കിടക്കുന്നുണ്ടല്ലോ, അപ്പം എടുക്കുകയാണ്. നമ്മൾ ബാൽക്കണിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി ആദ്യം ഞാൻ ഇച്ചിരി തുണി എടുത്ത് വെച്ച് കൈ കൊണ്ട് തന്നെ കുറേ സാധനങ്ങളിങ്ങനെ എടുത്ത് കളയാണ്. നമുക്ക് എടുക്കാൻ പറ്റുന്ന എടുത്ത ശേഷം പിന്നെ ഇന്ന് അരിക്കാൻ തുടങ്ങും. ഒരു 3-4 ദിവസം കഴിയേണ്ടി വരുമായിരിക്കും. നമുക്ക് ഏകദേശം ഇച്ചിരി അധികം കട്ടിയില്ലാത്തൊരു തുണിക്കകത്ത് ഏതോ ടീഷർട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് വെച്ച് അരിക്കാൻ എനിക്ക് വലിയ ക്ലേ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹം. ഒത്തിരി പിള്ളേരെല്ലാം നിങ്ങൾ പറഞ്ഞില്ലേ, പക്ഷേ നമുക്ക് ആകുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്നാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം അല്ലേ, നമ്മൾ സക്സസ് ആകുമല്ലോ എന്നുള്ളൂ. പക്ഷേ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുകൊണ്ട് നാട്ടിലൊക്കെ ഇതൊക്കെ സൗകര്യം ഉണ്ട് അങ്ങനെയല്ല. അപ്പോൾ കുറേ അഴുക്ക് സാധനങ്ങളൊക്കെ വരുന്നതെല്ലാം ഞാൻ കൈ കൊണ്ട് എടുത്ത് മോളി എന്ന് പറയുമ്പോൾ കല്ലൊക്കെ അടിഞ്ഞ് വീഴും. അപ്പോൾ അതൊക്കെ എടുത്ത് നമുക്ക് കളയാൻ പറ്റും. ഏകദേശം നല്ല മണ്ണുകളൊക്കെ അരിഞ്ഞ് താഴോട്ട് പോകത്തേ ഉള്ളൂ. അപ്പം കുറേ സാധനങ്ങളൊക്കെ അടുത്തെടുത്ത് കളയാണ്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഇച്ചിരി നമ്മൾ കല്ലൊക്കെ ഉള്ളതാണ് വെക്കുന്നത്. ഇനി ഞാൻ പിഴിഞ്ഞെടുത്ത് 2 വട്ടം ഒന്ന് കഴുകിയായിരുന്നു, എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കുവാണ്. അപ്പം ഏകദേശമൊക്കെ വെള്ളം കളർ മാറുന്നുണ്ട്, പക്ഷേ എന്നാലും അത്ര ക്ലിയർ ആയിട്ട്. അപ്പം 3-4 വട്ടം നമുക്ക് കഴുകുന്ന അത്രയും അരിച്ചെടുക്കണം കേട്ടോ, അപ്പോഴേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്ര വലിയ ലീഡി ആകാതിരിക്കാൻ വേണ്ടി ഞാൻ കാണിക്കുന്നില്ലേ ഉള്ളൂ. ഇതെല്ലാവരും കണ്ട കാര്യമല്ല. അപ്പോൾ ഉണ്ടല്ലോ ഏകദേശം വെള്ളത്തിൻ്റെ കളറ് ലൈറ്റ് കളറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല താഴെ വന്നിരിക്കുന്ന പന്നവെള്ളമാണ്, നേരത്തെ ഇരിക്കുന്ന വെള്ളം കളഞ്ഞില്ലായിരുന്നു കേട്ടോ. ഇനി ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയ ഏകദേശം ഗ്രേ കളറിലുള്ള ക്ലേ ആയിട്ടുന്നത് കേട്ടോ, നമ്മുടെ മണ്ണായിട്ടുന്നത്. ഇനി ഞാൻ അതിനെ ഒന്നുകൂടെ അരിച്ചെടുക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ഓറഞ്ച് കളർ പോലെ വരുന്നുണ്ട്. അത്രയൊന്നും ഇല്ല, എന്നാലും ആ കറുപ്പ് കളർ മാറി കേട്ടോ. അപ്പോൾ ഞാൻ അതിനകത്ത് വെള്ളം എടുത്തും പൊക്ക് നോക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ മോളി ഇച്ചിരി ഒന്ന് ക്ലിയർ ആയതേ ഉള്ളൂ, ഫുള്ള് ക്ലിയർ ഒന്നും ആയില്ല കേട്ടോ. അപ്പോൾ എത്ര ക്ലിയർ ആകത്തില്ലെന്ന് തോന്നുന്നു. ഞാൻ കുറേ നേരം വെച്ചു രാത്രിയിൽ, ഒരു 2 ദിവസം പിടിച്ചത് വെക്കാം, കാരണം സമയം ഇല്ലാന്നുകൊണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഒരു പഴയ ഷോൾ എടുത്ത് നമ്മുടെ ഇതിനെ ഒന്നുകൂടെ അരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നല്ല ക്ലിയർ വെള്ളം വരുന്നുണ്ട്. ബാക്കിയുള്ള നമ്മുടെ ക്ലേ നമുക്ക് അടിയിൽ നിന്ന് എടുക്കുകയും ചെയ്യാം. അപ്പോൾ എടുക്കുകയാണ് അടിയിലുള്ളത് നമ്മൾ ക്ലേ അരിഞ്ഞരിഞ്ഞ് കട്ടിയില്ലല്ലോ ഈ തുണിക്ക്, അപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റും. ഇനി ഇതിനെ നമുക്ക് ഒരു കിഴിയിട്ട് വെക്കുകയാണ് നമുക്ക് ആവശ്യമില്ല എല്ലാം വരുമ്പോൾ നമ്മൾ അടിയിൽ നിന്നൊക്കെ അരിച്ച് കഴിയുമ്പോഴത്തേന് വരുന്നത് നമ്മൾ കിഴിയിട്ട് വെക്കാം. അടിയിൽ വെള്ളം ഇരിക്കുന്നത് കളയേണ്ട, അത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ അതിൽ നിന്നും തെളിഞ്ഞ് വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ക്ലേ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇത് കണ്ട നല്ല ക്ലിയറായി. ഇനി ഞാൻ ആവശ്യമില്ലാത്ത ഒക്കെ കളഞ്ഞ ശേഷം ഇനി നമ്മുടെ ഫുള്ളായിട്ട് ഇനിയാണ് നമ്മുടെ പ്രോപ്പർ ക്ലേ ആയത് നമ്മുടെ കേട്ടോ. ഇനി ഞാൻ കിഴികിട്ടി വെച്ച ശേഷം ഞാൻ ഫാനിൻ്റെ അടിയിലോ വെയിലത്തോ ഒന്നല്ല വെച്ചത്, ഞങ്ങൾ രാത്രി ഞാൻ വെച്ചു വെളിയിൽ നമ്മുടെ ബാൽക്കണിയിൽ. അപ്പം ആദ്യം വെയിലൊന്നും ഇല്ലല്ലോ, വെയിലെടുത്താൽ പെട്ടെന്ന് ഭയങ്കര വെയിലല്ല, കരിഞ്ഞു. അപ്പോൾ ഞാനിന്ന് നിരത്തി വെക്കുവാണ്. ഇപ്പോൾ കല്ലും മണ്ണും ഒന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചാണ്. ഇത് ഏകദേശം നമ്മൾ ഉണങ്ങി. ഇപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തെ എൻ്റെ ഏകദേശം നല്ലോണം ഉണങ്ങിയായിരുന്നേ. അപ്പോൾ ഇനിയും നമുക്കതിനെ വേറൊന്നും ചെയ്യേണ്ട. നമ്മളിതിനെ ഇളക്കിയെടുത്തതിനെ നമ്മളിതിന് നല്ലോണം നീഡ് ചെയ്യണം. അതായത് നമ്മൾ ആട്ട കുഴയ്ക്കുന്ന പോലെ നല്ലോണം നല്ല സോഫ്റ്റായി കേട്ടോ. പിന്നെ ഈ പിടിക്കാനുള്ള കൈ പിടിക്കുന്ന ഒരു ഇച്ചിച്ചി ഉണ്ടെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മളതിനെ നല്ലോണം നീഡ് ചെയ്ത് എടുക്കുകയാണ്. നല്ലോണം അതിനെ കുഴച്ച് പരുവത്തിലാക്കി എടുത്ത ശേഷം പിന്നെ നമ്മൾക്ക് ആവശ്യമുള്ള ഇതെന്ന് വെച്ചാൽ നമ്മളൊരു ഷേപ്പിൽ ഇച്ചിരി വെള്ളം മൈമയും പുരട്ടുവാണെങ്കിൽ അത് നല്ല സോഫ്റ്റ് ആകും കേട്ടോ, നല്ലോണം സോഫ്റ്റായി. ഇനി ഏതെങ്കിലും കട്ടിയുള്ള കണ്ടെയ്നറിനകത്ത് വെക്കാം. ഞാൻ പക്ഷേ ഒരു നമ്മുടെ പ്ലാസ്റ്റിക് കവറിനകത്ത് ഇത് ഏകദേശം ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലൊരു സ്ക്വയർ ഷേപ്പിലാക്കി നമ്മുടെ ഈ ക്ലേക്ക് ഈ കളർ കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം എയർ ടൈറ്റ് ആക്കാൻ വേണ്ടി കവറിട്ട് പിന്നെ വേണമെങ്കിൽ ഒരു ഏതെങ്കിലും പ്ലാസ്റ്റിക് ബിന്നിനകത്തിട്ട് അടച്ചു വെച്ച് നമുക്ക് ആവശ്യമുള്ളപ്പോൾ വെക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ ക്ലേ ഉണ്ടാക്കിയ മക്കളെ നമ്മുടെ നാട്ടിലത്തെ പോലെ ചുവന്ന ക്ലേ അല്ലെന്നേ ഉള്ളൂ, ഏകദേശം ഗ്രേ ക്ലേ ആണെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വെച്ച് നമുക്കിനി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാലോ. എല്ലാവരും കിച്ചൺ സെറ്റൊക്കെ ഉണ്ടാക്കുന്നു, അപ്പോൾ നമുക്കൊന്നും ഉണ്ടാക്കി നോക്കാം. ഈ നല്ല ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലേ. അപ്പോൾ ഡൽഹിയിലെ ക്ലേ ആണ് ഇത് കേട്ടോ, നാട്ടിൽ
ആദ്യത്തെ മഞ്ഞക്കിളികൾ എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കേടാ, അപ്പം എല്ലാവരും കാണണേ.